ഈ ദിവാലിക്ക് വീട്ടിൽ തന്നെ സ്വീറ്റ്സ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഇത് മിൽക്ക് ബർഫിയുടെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ മിൽക്ക് ബർഫി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതും വളരെ മിനിമം ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച്. എല്ലാം നമ്മുടെ വീട്ടിൽ സാധാരണയായി ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കി നോക്കാമല്ലോ. ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് 2 കപ്പ് മിൽക്ക് പൗഡറാണ്, പാൽപ്പൊടി. ഇത് 240 ml കപ്പിന് 2 കപ്പാണ്. ഏതെങ്കിലും ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ അളന്നെടുത്താലും മതി. അതേ ഗ്ലാസ് തന്നെ എല്ലാം മെഷർ ചെയ്യാൻ ഉപയോഗിച്ചാൽ മതി. ഇത് 1 കപ്പ് പാല്. റൂം ടെമ്പറേച്ചറിലുള്ളതോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലിരുന്നതായാലും കുഴപ്പമൊന്നുമില്ല. 1/2 കപ്പ് പഞ്ചസാര. മിൽക്ക് പൗഡറിൽ മധുരമുണ്ട്, അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരു 1/4 കപ്പ് നെയ്യും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്രഷ്ഡ് കാഷ്യൂനട്ടും. ഏത് നട്ട്സും ഉപയോഗിക്കാം. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കാഷ്യൂനട്ടാണ്, അതുകൊണ്ട് അതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ചൂടാവാൻ വയ്ക്കാം. പാനിലേക്ക് ആദ്യം പാൽ ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് പാല്. ഈ പാലൊന്ന് ചെറുതായി ചൂടാവട്ടെ. നമ്മുടെ പാൽപ്പൊടി ഇതിൽ നല്ലപോലെ അലിഞ്ഞു വരണം. ചില പാൽപ്പൊടികൾ തണുത്ത പാലിൽ തന്നെ അലിയുന്നതാണ്, ചിലതിന് നല്ല ചൂട് പാല് വേണം. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന പാൽപ്പൊടി അനുസരിച്ച് അതിൽ മാറ്റം വരുത്താം. ഞാനിപ്പോൾ എവരിഡേയുടെ മിൽക്ക് പൗഡറാണ് എടുത്തിരിക്കുന്നത്. ചെറു ചൂട് പാലിൽ ഇത് നല്ലപോലെ മിക്സായി കിട്ടും. അപ്പോൾ പാലൊന്ന് ചെറുതായി ചൂടാവട്ടെ. അതിനുശേഷം നമുക്ക് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. പാൻ വയ്ക്കുന്നതിന് മുമ്പ് റെഡിയാക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ ട്രേ ആണ്. അല്പം നെയ്യ് തടവി ഒന്ന് ഗ്രീസ് ചെയ്ത് റെഡിയാക്കി വയ്ക്കുക. പാൽ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഒരു ചെറു ചൂടാവുമ്പോൾ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് ഇളക്കി നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. കട്ട കെട്ടാതെ എടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. കുറേശ്ശെ ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്തൊന്നും തീ ഒട്ടും കൂട്ടണ്ട, ഏറ്റവും മിനിമത്തിൽ വെച്ചാൽ മതി. പാലും പാൽപ്പൊടിയും എല്ലാം ചേർന്നിട്ടുള്ള ഈ ഒരു സ്വീറ്റിന് നല്ല ടേസ്റ്റാണ്. മിൽക്ക് സ്വീറ്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. പാൽപ്പൊടിയൊക്കെ നല്ലപോലെ പാലിൽ കലങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പാൽപ്പൊടിയിലെ മധുരം അത് നമ്മൾ ശ്രദ്ധിക്കണം. പാൽപ്പൊടിയിൽ തീരെ മധുരമില്ല എങ്കിൽ പഞ്ചസാര ഒരു 1/4 കപ്പ് വരെ ചേർക്കാം. ഞാനിപ്പോൾ ഈ ഉണ്ടാക്കുന്നത് അത്യാവശ്യം നല്ല മധുരത്തിൽ തന്നെയാണ്. പാലൊക്കെ നല്ലപോലെ കുറുകി വരുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കണ്ടിന്യൂസ് ഒരു 10 മിനിറ്റോളം ഇളക്കി കൊടുക്കേണ്ടി വരും. തീ ഒരുപാട് കൂട്ടിയിടരുത്, അടിയിൽ പിടിക്കാൻ സാധ്യതയുള്ളതാണ്. പാല് ചെറുതായി ഒന്ന് കുറുകി തുടങ്ങുമ്പോൾ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് നെയ്യ് ധാരാളമാണ്. നെയ്യ് ഒഴിക്കുമ്പോൾ മീതെ എങ്ങനെ പൊങ്ങിക്കിടക്കും, അത് നമ്മൾ മിക്സ് ചെയ്ത് വരുമ്പോൾ ഒട്ടും അറിയില്ല. ഈ പാലിൻ്റെ കൂടെ നല്ലപോലെ മിക്സായി പോയിക്കോളൂ. നെയ്യൊന്നും തെളിഞ്ഞു നിൽക്കില്ല. ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് സൈഡിലും പിടിച്ചിരിക്കുന്നതൊക്കെ വിടിയിച്ചു കൊടുക്കാം. ഇപ്പോൾ വീണ്ടും കുറുകിയിട്ടുണ്ട്. നല്ല സ്പീഡിൽ തന്നെ ഇളക്കി കൊടുക്കുക. ഫ്ലേവറിന് വേണമെങ്കിൽ ഏലക്കാപ്പൊടി ചേർക്കാം. ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടില്ല. നല്ലപോലെ കട്ടിയായി വരുന്നുണ്ട്. ഒരൊറ്റ കട്ട പോലെ ആകും. ആ ഒരു പരുവം വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. ആ ജലാംശം കംപ്ലീറ്റ് വറ്റുന്നത് വരെ. ഏതാണ്ട് പാകമായി വരുന്നുണ്ട്. നമ്മളിതുപോലെ ഒന്ന് ഒതുക്കി കൊടുത്താൽ നല്ല കറക്റ്റായിട്ട് ഒതുങ്ങി വരും. ഇനി വെച്ചുകൊണ്ടിരുന്നാൽ അടിയിൽ പിടിക്കും. ആ ഒരു പാകമായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇതേ ചൂടിൽ തന്നെ നമുക്ക് ഗ്രീസ് ചെയ്ത ട്രേയിലേക്ക് മാറ്റാം. ഇനി നെയ്യ് തടവിയ ഒരു സ്പൂൺ കൊണ്ടോ ഒരു സ്പാറ്റുല കൊണ്ടോ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് സ്മൂത്തായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ചൂട് നല്ലപോലെ ആറിയ ശേഷം 1 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. ഒന്ന് തണുത്ത ശേഷം കട്ട് ചെയ്താൽ മതി. നമുക്ക് മീതെ കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. പിസ്തയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ലൊരു ഭംഗിയായിരിക്കും. ഈ ക്രീം കളർ ബർഫിയുടെ മുകളിൽ ആ ഒരു ഗ്രീൻ കളർ കൂടിയൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിരിക്കും. നല്ലപോലെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കാം, ഒട്ടും വിട്ടു പോരാതെ.
ഇനി ഇതെവിടെ ഇരുന്ന് തണുക്കട്ടെ. തണുത്ത ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാം. കണ്ടിട്ട് എന്ത് തോന്നുന്നു? വളരെ സ്വാദിഷ്ടമായ ഒരു സ്വീറ്റാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന സ്വീറ്റാണ്. ഒരു 15 മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം. തണുക്കാനുള്ള താമസമേ ഉള്ളൂ. തണുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിത് കട്ട് ചെയ്തെടുക്കുകയാണ്. 1 മണിക്കൂറോളം ഫ്രിഡ്ജിലും വെച്ചതാണ്. ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ചെറിയ സ്ക്വയർസ് ആയിട്ടോ വലിയ സ്ക്വയർസ് ആയിട്ടോ, ഇനി അതല്ലെങ്കിൽ റോൾ ചെയ്ത് പണ്ടൊക്കെ നമ്മുടെ മിൽമയുടെ പേട കിട്ടില്ലേ, ആ ഒരു ഷേപ്പിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഇതിൻ്റെ സ്വാദം ഏതാണ്ട് ആ പഴയ മിൽമ പേടയുടെ തന്നെയാണ്. കഴിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്കും ഇഷ്ടമാവും. ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് ഫീഡ്ബാക്കും അറിയിക്കുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.